നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC, SCRT, PSC കോംബോ എന്ന നമ്മുടെ ഈ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഇതിനോടകം ചെയ്ത 2 ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ആ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് അടങ്ങുന്ന ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് SCRT പുസ്തകത്തിലെ ഒരു ആക്ടിവിറ്റിയാണ്. ഇതെന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 2 എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് ലെസൺ, അതിലെ ആക്ടിവിറ്റിയാണിത്. ഇവിടെ നമുക്കറിയാം, ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിൽ ആ ചോദ്യം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, സിനണിംസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ചോദ്യഭാഗമില്ലായിരുന്നു. പകരം ഇത്തരത്തിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവിടെ 4 ഓപ്ഷൻസ് കൊടുക്കും. ആ 4 ഓപ്ഷൻസിൽ കൊടുക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ആ സമയത്ത് തോന്നാം ആൻസറായി വരിക എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യ രീതിയായിരുന്നു സിനോണിംസ് എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടായത്. സിനോണിംസ് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, കാരണം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണിത്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സിനോണിംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എഴുതിയാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം സിനോണിംസ് എന്ന് പറയുന്നതായിരിക്കും വാക്കുകളുടെ അർത്ഥങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഓരോ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്ന ആക്ടിവിറ്റിയിൽ നോക്കുക, റെവറന്റ്ലി, കസ്റ്റമറി, പ്രൊട്ടാഗണിസ്റ്റ്, പെട്രിഫൈഡ്, ഫെറോഷ്യസ്, റോബസ്റ്റ്, അഫോർഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഇതുപോലെ 7 ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ഉചിതമായ വാക്കെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ പരീക്ഷയിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാം. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. നോക്കുക, ആദ്യം ഇതിൻ്റെയൊക്കെ അർത്ഥം പറയാം. റെവറന്റ്ലി എന്ന് പറയുമ്പോൾ എന്താണ്? ആദരപൂർവം, ബഹുമാനപൂർവം, ഭക്തിപൂർവം എന്നൊക്കെയാണ് റെവറന്റ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറി നമുക്കറിയാലോ, പൊതുവായ നടപടിക്രമം, പൊതുവായ രീതി, പ്രൊസീജിയർ എന്നൊക്കെയാണ് കസ്റ്റമറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടാഗണിസ്റ്റ് നമുക്കറിയാമല്ലോ, നായകൻ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം, ഒരു കഥയിലെ പ്രധാന കഥാപാത്രം. ഈ പെട്രിഫൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പേടിക്കുക, ഭയക്കുക എന്നർത്ഥമില്ല പെട്രിഫൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെറോഷ്യസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ ആക്രമണോത്സുകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂവൽ ആയിട്ടുള്ള എന്നൊക്കെയാണ് ഫെറോഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോബസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ട്രോങ് ആൻഡ് ഹെൽത്തി എന്ന റോബസ്റ്റ്. ഓക്കെ, റോബസ്റ്റ്. ഇനി അഫോർഡ് എന്താണ്? താങ്ങുക എന്നർത്ഥമില്ല അഫോർഡ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ, ഇൻ ചാപ്ലിൻസ് ഫിലിം ദ സർക്കസ്, ദ ലയൺ ഇൻ ദ കേജ് ഡസ് നോട്ട് സീം ടു ബി ഡാഷ്. അപ്പൊ ഇവിടെ ലയണുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? ഏതായിരിക്കും? നമുക്കിവിടെ ബി കോമ സീംസ് ടു ബി എന്നാണ് വന്നിരിക്കുന്നത്. ഈസ്, ആം, ആർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, വ്യക്തിയല്ല, ഒരു നൗണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ലയൺ എന്ന് പറയുന്നത് നൗണാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ വരേണ്ടത് അഡ്ജക്റ്റീവ് ഫോമാണ്. അതുകൊണ്ട് നമുക്കറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അപ്പൊ ഇതിനകത്ത് അഡ്ജക്റ്റീവ് ഫോമായിട്ട് വന്നിരിക്കുന്നതിനകത്ത് ഏതാണ് നോക്കാം. റെവറന്റ്ലി എന്ന് പറയുമ്പോൾ അത് ആഡ്വർബ് ഫോമാണ്, അതിവിടെ ചേരത്തില്ല, അർത്ഥം കൊണ്ടും ചേരത്തില്ല. കസ്റ്റമറി എന്ന് പറയുമ്പോൾ അത് നൗൺ ഫോമാണ്, അതും ഇവിടെ അർത്ഥം കൊണ്ടും ചേരത്തില്ല. പ്രൊട്ടാഗണിസ്റ്റ്, കഥാനായകൻ, അത് നൗൺ ഫോമാണ്, അത് പറ്റത്തില്ല. പെട്രിഫൈഡ് എന്നത് ഭയക്കുക എന്നർത്ഥത്തില്ല, അത് നമുക്ക് അഡ്ജക്റ്റീവ് ഫോമായിട്ട് എടുക്കാം. ഈ ഫെറോഷ്യസും അഡ്ജക്റ്റീവാണ്. ഇതിനകത്ത് ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? റോബസ്റ്റും എന്താണ്? അഡ്ജക്റ്റീവാണ്, സ്ട്രോങ് ആൻഡ് ഹെൽത്തി കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ. അഫോർഡ് വെർബ് ഫോം. അപ്പൊ നമുക്ക് അഡ്ജക്റ്റീവ് ഫോംസ് ആയിട്ട് വന്നിരിക്കുന്ന പെട്രിഫൈഡ്, ഫെറോഷ്യസ്, റോബസ്റ്റ് എന്നൊക്കെയാണ്. ഇവിടെ ഡസ് നോട്ട് സീം ടു ബി എന്ന, അങ്ങനെ തോന്നിയില്ലെന്ന. അതായത് ഈ പറയുന്ന ചാപ്ലിന്റെ ഫിലിമില്, സർക്കസ് എന്ന് പറയുന്ന ഫിലിമില് ആ കേജിൽ ഉണ്ടാകുന്ന ലയൺ, അതിന് എന്തായിട്ട് തോന്നിയില്ല? സാധാരണ ലയൺ എങ്ങനെയാണ് ഇരിക്കുക? സിംഹം എങ്ങനെ ആയിരിക്കും? എപ്പോഴും നമ്മളെ കാണുമ്പോൾ, അല്ലെ മനുഷ്യനെയൊക്കെ കാണുമ്പോൾ, എന്തിനെ കാണുമ്പോഴും എപ്പോഴും നമ്മൾ ആക്രമിക്കാനുള്ള മനോഭാവമായിരിക്കും, ആണല്ലോ. അപ്പൊ ഇവിടെ ഏതായിരിക്കും നമുക്ക് വരാൻ സാധ്യതയുള്ളത്? ഫെറോഷ്യസ് ആണ്. ഇതാണ്
ഫെറോഷ്യസ് അല്ലേ? അപ്പോൾ ഫെറോഷ്യസ്, ഇപ്പോൾ ഇവിടെ ഫെറോഷ്യസ് ആണ് വരേണ്ടത്. ഇനി ഈ പെട്രിഫൈഡ് എന്ന് വെച്ചാൽ ഭയക്കുക എന്നർത്ഥമില്ല. സിംഹത്തിന് അങ്ങനെ ഭയമൊന്നുമില്ല. ഭയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ആ രീതിയിൽ പറയാമായിരുന്നു. റോബസ്റ്റ് എന്ന് വെച്ചാൽ ഹെൽത്തിയാണ്. സിംഹം എന്ന് പറയുമ്പോൾ എന്താണ്, ഹെൽത്തിയാണ്. പിന്നെ ഈ റോബസ്റ്റ് എന്ന് പറയുന്ന വാക്ക് എപ്പോഴും നമ്മൾ ഹെൽത്തി എന്ന അർത്ഥത്തിൽ നമ്മൾ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് ഉപയോഗിക്കാറുള്ളത് പൊതുവെ. അപ്പൊ അതും ഇവിടെ ചേരത്തില്ല. അപ്പൊ പിന്നെ പറ്റുന്നത് ഫെറോഷ്യസ് ആണ്, അതേ ഇവിടെ ഉചിതമായി വരികയുള്ളൂ. ഇനി അടുത്ത നോക്കുക, ഇറ്റ് ഈസ് ഡാഷ് ടു ടേക്ക് എ സ്ക്രീൻ ടെസ്റ്റ് ബിഫോർ കാസ്റ്റിംഗ് ആൻ ആക്ടർ ഫോർ എ റോൾ. അതായത് ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തുണ്ട്, ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ പതിവായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ നടപടി ക്രമമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്, കസ്റ്റമറിയാണ് ഇവിടെ വരേണ്ടത്. ആദ്യമേ വരേണ്ടത് ഫെറോഷ്യസ് 1, രണ്ടാമത് വരേണ്ടത് കസ്റ്റമർ. ഇനി നോക്കാം, ഇൻ ദ ഫൈറ്റ് സീൻ ദ ബോയ്സ് വെയർ ഡാഷ് അറ്റ് ദ തോട്ട് ഓഫ് ഹാവിംഗ് ടു ഡൈവ് ഫ്രം ദ ലെഡ്ജ്. ലെഡ്ജ് എന്ന് പറയുമ്പോൾ കൂർത്തിരിക്കുന്ന പാറക്കെട്ട് ആണ് ലെഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എടുത്ത് ചാടേണ്ടി വരുമോ എന്നൊരു ചിന്തയാൽ ബോയ്സ്, ആ പയ്യന്മാരെന്ത് ചെയ്തു, ഭയന്നു എന്നർത്ഥത്തില്ല. അപ്പൊ ഭയക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ ഏതാണ് നമ്മള്, പെട്രിഫൈഡ് ആണ്. അപ്പൊ അതാണ് ഇവിടെ വരേണ്ടത്, പെട്രിഫൈഡ്. അപ്പൊ ഇത് മൂന്നാമത്താണ്, പെട്രിഫൈഡ്. പിന്നെ ദേ വെർ ലുക്കിംഗ് ഫോർ എ ഡാഷ് യൂത്ത് ടു ഡു ദ റോൾ ഓഫ് ആൻ ആർമി പേഴ്സൺ. അവര് ആരെ അന്വേഷിച്ചത്, ഒരു ഡാഷ് യൂത്തിനെ. ആ യൂത്ത് എങ്ങനെ ആയിരിക്കണം, എന്തിനു വേണ്ടിയാ, ടു ഡു ദ റോൾ ഓഫ് ആൻ ആർമി പേഴ്സൺ. ആർമി ഉദ്യോഗസ്ഥനായിട്ട് കാരണം തീർച്ചയായിട്ടും അയാൾക്ക് എന്തുണ്ടാവണം, ഹെൽത്ത് ഉണ്ടാവണം. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള യൂത്തിനെയാണ് അവർ നോക്കിയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ വരേണ്ട എന്താ, റോബസ്റ്റ് ആണ് വരേണ്ടത്. റോബസ്റ്റ്, ഇവിടെ റോബസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അർത്ഥം നോക്കുക, പ്രേം നസീർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡാഷ് റിമെമ്പേർഡ് ആക്ടേഴ്സ് ഇൻ മലയാള സിനിമ. മലയാള സിനിമയിലെ എപ്പോഴും നമ്മൾ സ്മരിക്കപ്പെടേണ്ട വളരെ ആരാധ്യനായിട്ടുള്ള ആ ഒരു നടനാണ് പ്രേം നസീർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരാധ്യനായിട്ടുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഏതാണ് വരേണ്ടത്, ഈ പറയുന്ന റെവറന്റ്ലി ആണ് റെവറന്റ്ലി. അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലോ ബഡ്ജറ്റ് ഫിലിംസ് ക്യാൻ ഡാഷ് ടോപ്പ് റേറ്റഡ് ആക്ടേഴ്സ്. ലോ ബഡ്ജറ്റ് ഫിലിംസിന്റെ പ്രൊഡ്യൂസേഴ്സിന് ആരെ താങ്ങാൻ പറ്റത്തില്ല, ടോപ്പ് റേറ്റഡ് ആക്ടേഴ്സിന് താങ്ങാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ താങ്ങുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അഫോർഡാണ്. ഇവിടെ അഫോർഡാണ് വരേണ്ടത്. The veteran director has decided to cast an amateur actor as the dash in his new film. വളരെ എന്താണ്, മുതിർന്ന അല്ലെങ്കിൽ പരിചയസമ്പന്നനായിട്ടുള്ള ഡയറക്ടർ എന്ത് ചെയ്തു, അദ്ദേഹം തീരുമാനിച്ചു എന്തിനു വേണ്ടിയാ, തൻ്റെ പുതിയ ഫിലിമിൽ എന്തായിട്ട് കാസ്റ്റ് ചെയ്യാൻ, പ്രൊട്ടാഗണിസ്റ്റായിട്ട്, നായകനായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായി ഇവിടെ പ്രൊട്ടാഗണിസ്റ്റ് വരണ്ടേ അല്ലേ. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ SCERT സിലബസുമായി ബന്ധപ്പെട്ട് ഇതാണ് നമ്മൾ നോക്കിയത്. തീർച്ചയായിട്ടും ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഇതിലേതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ സിനോണിംസ് ആയിട്ട് ചോദിച്ചില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ SCERT സിലബസിൽ അല്ലെങ്കിൽ ബുക്കുകളിൽ കാണുന്ന ഇങ്ങനെയുള്ള വാക്കുകളാണ് ഇപ്പോൾ പലപ്പോഴും സ്പെല്ലിംഗ് ടെസ്റ്റുമായിട്ട് അല്ലെങ്കിൽ സ്പെല്ലിംഗ് ചെക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശരിയായ സ്പെല്ലിങ്ങിലുള്ള വാക്കെടുത്ത് എഴുതുക എന്ന് പറഞ്ഞു വരുന്ന ചോദ്യത്തിൽ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നോക്കി വെച്ച് വെക്കണം. ഇതൊക്കെ തെറ്റിച്ച് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ശരി നമ്പറുണ്ട് ചോദിക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള വാക്കുകളൊക്കെ, ഒപ്പം ഇതിൻ്റെ അർത്ഥവും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ SSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇവിടെ നോക്കാം, നമ്മൾ സിനോണിംസ് ആണ് ആദ്യം നോക്കുന്നത്. നോക്കാം, ഇതെന്ന് പറഞ്ഞാൽ SSC CGL 2013 ചോദിച്ച ചോദ്യങ്ങൾ. ഈ സിനോണിംസുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നോക്കാം, പാരിസ്മണി. പാരിസ്മണി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ ആണോ, ബാങ്ക് റപ്റ്റസി ആണോ, ബ്രൈബറി ആണോ, മെസർലിനസ് ആണോ, ഏതായിരിക്കും? ഇവിടെ നോക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ നമുക്കറിയാം ചെലവ്, ബാങ്ക് റപ്റ്റസി എന്ന് പറയുമ്പോൾ കടം, ബ്രൈബറി എന്ന് വെച്ചാൽ കൈക്കൂലി. എന്നാൽ പാരിസ്മണി എന്ന് വെച്ചാൽ എന്തർത്ഥം, പിശുക്കെന്നർത്ഥം, പൈസ എടുത്ത് ചെലവാക്കാനുള്ള മടി. അപ്പൊ അങ്ങനെ വരുന്നത് ഏതാ, ഈ D എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ട്രിബുലേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചത്.
നോക്കുക, പാൽപിറ്റേഷൻ ആണോ, സഫറിംഗ് ആണോ, വീക്ക്നെസ് ആണോ, സ്റ്റിമുലേഷൻ ആണോ? പാൽപിറ്റേഷൻ നമുക്കറിയാമല്ലോ, ഇറഗുലർ ആയിട്ടുള്ള നമ്മുടെ ഹാർട്ട് ബീറ്റിനെയാണ് നമ്മൾ പാൽപിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം സഫറിങ് എന്താണ്? കഷ്ടത, വീക്ക്നെസ്, ദുർബലത, സ്റ്റിമുലേഷൻ, ഉത്തേജനം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രിബുലേഷൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ട്രിബുലേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കഷ്ടത എന്നർത്ഥം, ട്രിബുലേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരിക സഫറിങ് ആയിരിക്കും. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഗോസ് ഓൺ ദ റാംബാർഡ്സ് ടു ദ റെഡ് ഫോർട്ട് ടു ഹോയിസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ്. ഇപ്പോൾ റാംബാർഡ്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. റോംബാണോ, സ്റ്റെയർ കേസ് ആണോ, പാരപ്പറ്റ് ആണോ, സ്കാഫോൾഡ് ആണോ? ഏതായിരിക്കും? ഈ പറയുന്ന പാരപ്പറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം കൂടെ നമുക്ക് നോക്കാം. റോംബ്. റോംബ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലേ, കളിക്കുക എന്നൊക്കെയാണ് റോംബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഊഞ്ഞാലാടുക എന്നൊരു അർത്ഥവും കൂടെ റോംബിനുണ്ട്. ഓക്കെ, ഈ സ്റ്റെയർ കേസ് അതറിയാമല്ലോ നമുക്ക്, സ്റ്റെയർ കേസ്. ഈ സ്കഫോൾഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടെമ്പററി പ്ലാറ്റ്ഫോം ആണ് സ്കഫോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് വരിക പാരപ്പറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം, ആന്റണിംസുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം, എന്താണ് ജെറ്റിസൺ? ജെറ്റിസൺ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ് നമ്മൾ എഴുതേണ്ടത്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ആന്റണിംസുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ജെറ്റിസൺ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എന്തായിരിക്കും? ഗെറ്റ് റിഡ് ഓഫ് എന്ന വെച്ചാൽ അവോയ്ഡ് എന്നാണ് ജെറ്റിസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവോയ്ഡ്, അല്ലെ? അവോയ്ഡ് ആണ് ജെറ്റിസൺ. അപ്പം ഇവിടെ എന്ത് വരണം? സ്വീകരിക്കുക, സമ്മതിക്കുക എന്നൊരർത്ഥമാണ് വരേണ്ടത്. അതേതാണ്? അക്സെപ്റ്റ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. റിവാർഡ് നമുക്കറിയാം. പ്രിസർവ് എന്ന് വെച്ചാൽ സംരക്ഷിക്കുക, കൺസെന്റ് സമ്മതം, റിവാർഡ് പ്രതിഫലം. ഓക്കെ, അടുത്ത ചോദ്യം അമിലിയറേറ്റ്. എന്താണ് അമിലിയറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുഗമമാക്കുക എന്നർത്ഥമില്ല, അല്ലെങ്കിൽ തീവ്രത കുറയ്ക്കുക, സുഗമമാക്കുക എന്നൊക്കെയാണ് അമിലിയറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം? വഷളാക്കുക എന്നർത്ഥം. വഷളാക്കുക എന്ന് ഏതായിരിക്കും? വേഴ്സൺ ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇംപ്രൂവ് നമുക്കറിയാലോ, മെച്ചപ്പെടുത്തുക, ഡിപ്പെൻഡ് ആശ്രയിക്കുക, സോഫൺ മൃദുവാക്കുക. ഗ്രട്ടസ്കി. ഗ്രട്ടസ്കി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആർട്ടിഫിഷ്യൽ, കൃത്രിമമായിട്ടുള്ള, വിചിത്രമായിട്ടുള്ള എന്നൊക്കെയാണ് ഗ്രട്ടസ്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വൈകൃതമായിട്ടുള്ള, വികൃതമായിട്ടുള്ള ഒക്കെയാണ് ഗ്രട്ടസ്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നമുക്ക് വിംസിക്കൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതേ അർത്ഥം തന്നെയാണ്. ഓടെന്ന് വെച്ചാലും സിൻഫുൾ എന്ന് പറയുമ്പോൾ ദോഷകരമായിട്ടുള്ള, പാപകരമായിട്ടുള്ള എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഇവിടെ വരിക എന്തായിരിക്കും? നാച്ചുറൽ, സ്വാഭാവികമായിട്ടുള്ള. ഇതാണ് കറക്റ്റ് വരിക. ഓക്കെ, സ്വാഭാവികമായിട്ടുള്ള. ഡിവിയസ് എന്താ? വ്യതിചലിക്കുന്നതാണ് ഡീവിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് എന്ന. സ്ട്രെയിറ്റ്, ഇതാണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ നമുക്കറിയാം. ഒബ്വിയസ്, വ്യക്തമായിട്ടുള്ളത്. സൂപ്പർഫിഷ്യൽ എന്തായിരിക്കും? ഉപരിപ്ലവമായിട്ടുള്ള അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള എന്നൊക്കെയാണ് സൂപ്പർഫിഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക, ഇവാൻസെന്റ്. ഇവാൻസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്ഷണികമായതെന്ന അർത്ഥം, എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പെർമനന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ഇമിനന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത് ആണ് ഇമിനന്റ്, അല്ലെ? ആഗതമായിട്ടുള്ളത് ആണ് ഇമിനന്റ്. ഇനി വരാൻ പോകുന്ന, പെട്ടെന്ന് ഇനി നടക്കാൻ പോകുന്നു ആണ് ഇമിനന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർവാസി എന്ന് വെച്ചാൽ അർത്ഥം? പെർവാസി എന്ന് വെച്ചാൽ വ്യാപകമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലായിടത്തും കാണുന്നത് എന്നുള്ളതാണ് പെർവാസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാനന്റ് എന്ന് പറയുമ്പോൾ ധരിക്കും അന്തർലീനമായിട്ടുള്ള എന്ന അർത്ഥം. ഇവിടെ കറക്റ്റ് ആൻസർ പെർമനന്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതായത് സെലക്ട് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഓഫ് ഫ്രേസസ്. ഇതെന്ന് പറയുന്നത് SC CGL 2011 ചോദിച്ച എക്സാമിന്റെ ചോദ്യങ്ങളാണ്. നോക്കുക, ദ കമ്പനി ലെറ്റ് മീ ഡാഷ് ടൈം ഓഫ് വർക്ക്. ഇവിടെ ടേക്ക് ആണോ, ടേക്കിംഗ് ആണോ, ടു ടേക്ക് ആണോ, ടുക്ക് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ലെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ വരാവും? വെർബിന്റെ
ഫസ്റ്റ് ഫോം ആണ് വരേണ്ടത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ കറക്റ്റ് ടേക്ക് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത് നോക്കുക, ഐ അസ്യൂം ഡാഷ് വിത്ത് മീ. ഇപ്പം എന്തുവാ? ഐ അസ്യൂം എന്തായിരിക്കും? ദാറ്റ് എവരി വൺ എഗ്രീസ് വിത്ത് മീ. ഇവിടെ എഗ്രീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പേഴ്സൺസുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഐ അസ്യൂം, ഞാൻ സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കരുതുന്നു എന്ത്? ദാറ്റ് എവരി വൺ എഗ്രീസ്, എല്ലാവരും അനുകൂലിക്കുമെന്ന് എന്നോട്, വിത്ത് മീ. ഇവിടെ എഗ്രീങ് വേണമെങ്കിൽ എഴുതാം, പക്ഷേ അതിന്റെ മുന്നിൽ എന്ത് വേണം? സഹായക്രിയ വേണം. അത് സഹായക്രിയയില്ല, അത് ഈസോ ആമോ ആറോ വരണം, അതില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പറ്റത്തില്ല. ഓക്കെ, ഇനി എവരി വൺ ടു എഗ്രി എന്ന് പറയുമ്പോൾ എവിടെയും എന്തില്ല? ഈ പറയുന്നതിലെ ഓക്സിലറി വെർബ്സ് ഇല്ല, അതുകൊണ്ട് അതും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്തില്ല? ഓക്സിലറി വെർബ്സ് ഇല്ല, അതും പറ്റത്തില്ല. ഇവിടെ കറക്റ്റ് വരിക ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഐ അസ്യൂം ദാറ്റ് എവരി വൺ എഗ്രീസ് വിത്ത് മീ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഡാഷ് ദ റെയിൻ ഫോറസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ഡു നോട്ട് വാണ്ട് ദ ഫ്ലോറ ആൻഡ് ഫോണ ഫൗണ്ട് ദർ ടു ബിക്കം എക്സ്റ്റിങ്. ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിലേക്ക് അർത്ഥം പറയണം. റിസർവിംഗ് എന്ന് വെച്ചാൽ കരുതി വെക്കുക, ഡിസ്ട്രോയിങ് നശിപ്പിക്കുക, പ്രിസർവിങ് സംരക്ഷിക്കുക, മെയിൻറ്റെയിനിങ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ആ അർത്ഥത്തിലാണ് മെയിൻറ്റെയിനിങ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ റെയിൻ ഫോറസ്റ്റിനെ സംരക്ഷിക്കുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പ്രിസർവിങ് ഇതാണ് കറക്റ്റ് ആയിട്ട്. അടുത്ത ചോദ്യം, ഇഫ് ഐ ഹാഡ് ഹെൽപ്പ് ഹിം ഹി ഡാഷ്. ഇത് നോക്കിയത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഹാഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത് ഏതാ? നോക്കുക, ഇവിടെ വിൽ നോട്ട് ഹാവ് വന്നിരിക്കുന്നത് തെറ്റാണ്. ഇവിടെ വന്നിട്ടുണ്ട് വുഡ് നോട്ട് ഹാവ് സൗണ്ട് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വെൻ വിൽ യു ഹെഡ് ഡാഷ് യുവർ അസൈൻമെന്റ്. ഇത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്, അത് തുടങ്ങുന്നത് എന്നാണ് ചോദ്യം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക എന്ന് പറയണമെങ്കിൽ ഹെഡിന്റെ കൂടെ ഏത് അർത്ഥമാണ് വരേണ്ടത്? ഏത് പ്രിപ്പോസിഷൻ ആണ് വരേണ്ടത്? ആണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. വെൻ വിൽ യു ഹെഡ് ഇൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിൻ എന്നാണ് അർത്ഥം. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സ്പോട്ട് ദ എറർ, തെറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ദ ഗ്രാമാറ്റിക്കൽ എറർ. ഈ പറയുന്ന സെന്റൻസിൽ ഗ്രാമാറ്റിക്കൽ എറർ ഉള്ള ഭാഗം കണ്ടെത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കുക, വെരി ഫ്യൂ കൺട്രീസ് ഇൻ ദ വേൾഡ് ഈസ് ആസ് ബിഗ് ആസ് ഇന്ത്യ. ഇവിടെ പ്രശ്നം എന്താ? ഫ്യൂ കൺട്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്ലൂറലാണ്. പ്ലൂറലാകുമ്പോൾ ഇവിടെ പ്ലൂറലായി വരണം, ആറാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഭാഗം കണ്ടേ, ഈ പറയുന്ന ഇതാണ് തെറ്റ്. ഇവിടെ ആറായിരുന്നു വരേണ്ടത്. അടുത്ത് നോക്കുക, ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ദ ഗ്രാമാറ്റിക്കൽ എറർ. ഇത് 2018 ചോദിച്ചാണ് SSC സ്റ്റെനോ പരീക്ഷയിൽ. നോക്കുക, ദിസ് ബ്യൂട്ടിഫുൾ റിംഗ് ഇസ് മെയ്ഡ് ഫ്രം ഗോൾഡ്. ഇവിടെ എന്താണ് തെറ്റ്? നോക്കുക, ഈ ഫ്രം ആണ് പ്രശ്നം. ഇവിടെ വരേണ്ടത് ഓഫ് ആണ്. എന്താണ് മെയ്ഡ് ഫ്രമും മെയ്ഡ് ഓഫും തമ്മിലുള്ള വ്യത്യാസം? അതായത് മെയ്ഡ് ഓഫ് നമ്മൾ ഉപയോഗിക്കുക ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും ആ ഉണ്ടാക്കപ്പെടുന്ന സാധനവും എന്ത് തന്നെയായിരിക്കും? സെയിം മെറ്റീരിയൽ തന്നെ ആയിരിക്കും. സ്വർണം കൊണ്ട് നമ്മളൊരു മോതിരം ഉണ്ടാക്കുമ്പോൾ മോതിരവും എന്ത് തന്നെയായിരിക്കും? സ്വർണം തന്നെയായിരിക്കും. എന്നാൽ നമ്മൾ കരിമ്പിൽ നിന്നും പഞ്ചസാര അല്ലെങ്കിൽ കരിമ്പിൽ നിന്നും ജ്യൂസ് നമ്മൾ എടുക്കുന്ന സമയത്ത് കരിമ്പ് നമുക്കറിയാമല്ലോ ഒരു സോളിഡ് ആയിട്ടുള്ള സാധനം. എന്നാൽ അത് ജ്യൂസായി മാറപ്പെടുത്ത എന്തായി മാറുന്നു? ലിക്വിഡായി മാറും. അപ്പൊ ആ മെറ്റീരിയൽ ചേഞ്ച് വന്നു. അങ്ങനെ ചേഞ്ച് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രം ഉപയോഗിക്കാം. ചേഞ്ച് വന്നില്ല എങ്കിൽ നമുക്ക് ഓഫ് ഉപയോഗിക്കാം. ഈ മലയാളത്തിൽ നമുക്കത് പറയുമ്പോൾ നമ്മൾ എന്ത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കൊണ്ട് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഓഫ് ആണ് വരേണ്ടത്. അപ്പം ഈ പറയുന്ന മനോഹരമായ മോതിരം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊണ്ട് എന്നൊരർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു നോക്കണം. അവിടെ നമ്മൾ എന്ത് എഴുതാവോ? ഓഫേ വരാവൂ. എന്നാൽ പഞ്ചസാര കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പറയുമ്പോൾ ആ നിന്നും എന്നൊരർത്ഥം വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്രം ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രമ്മേ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ഫ്രം ആണ്. ഫ്രം ഗോൾഡ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് പ്രശ്നം.
ഇനി നോക്കുക സെന്റൻസ് ഇംപ്രൂവ്മെന്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള പരീക്ഷകൾ ഇത്തരത്തിൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ തെറ്റായ ഭാഗം നമ്മൾ ഇംപ്രൂവ് ചെയ്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് SSC CGL 2017 നടന്ന പരീക്ഷയിലെ ചോദ്യമാണ്. ഐ ഹാഡ് എ ഫ്യൂ എഗ്സ് ഇൻ ദ ഫ്രിഡ്ജ് സോ വി നീഡ് ടു ഗോ ടു ദ മാർക്കറ്റ് ടു ബൈ ദം. നമുക്കറിയാം എന്താണ് ഫ്യൂവും എ ഫ്യൂവും തമ്മിലുള്ള വ്യത്യാസം. ഫ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഒട്ടും ഇല്ല എന്നർത്ഥമില്ല. എ ഫ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച്. പിന്നെ എ ഫ്യൂവും നമ്മൾ ഉപയോഗിക്കുക എന്തിന്റെ കൂടെ ആയിരിക്കും? കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ലിറ്റിലും എ ലിറ്റിലും. എ ലിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവായിട്ട് പറയുമ്പോഴാണ്. ലിറ്റിൽ ആൻഡ് നെഗറ്റീവാണ്. അപ്പോൾ എ ലിറ്റിൽ നമ്മൾ ഉപയോഗിക്കുക അൺകൗണ്ടബിളിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് കൗണ്ടബിൾ ആണ്. അങ്ങനെ കൗണ്ടബിൾ ആയ സ്ഥിതിക്ക് നമുക്ക് ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ നോക്കുക, ബാക്കിയുള്ള ഭാഗം നോക്കുമ്പോൾ വി നീഡ് ടു ഗോ ടു ദ മാർക്കറ്റ് ടു ബൈ ദം. ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകേണ്ടതായിട്ടുണ്ട് അത് വാങ്ങിക്കാൻ. ദാറ്റ് മീൻസ് എൻ്റെ അർത്ഥം എന്തുവാ? ഇവിടെ ഫ്രിഡ്ജിൽ എന്തില്ലെന്നാ? എഗ്സ് ഇല്ലെന്നാ. ഒട്ടുമില്ല എന്നർത്ഥം പറഞ്ഞെങ്കിൽ എ ഫ്യൂ അല്ല വരേണ്ടത്, ഫ്യൂ ആണ് വരേണ്ടത്. ഈ ഭാഗം മാറ്റി നമ്മൾ എന്താക്കണം? ഫ്യൂ എന്ന്. ഇതാണ് കറക്റ്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. മൈ ബ്രദർ ഈസ് ഇൻഡിഫറൻറ്റ് അബൌട്ട് വാട്ട് എവർ ഐ സി. മനസ്സിലാക്കേണ്ട കാര്യം ഇൻഡിഫറൻറ്റ്, ഡിഫറൻറ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ വരാവൂ? ടു ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, എ സേക്രഡ് കൗ. എ സേക്രഡ് കൗ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? എന്തായിരിക്കും? എ പേഴ്സൺ നെവർ ടു ബി ക്രിട്ടിസൈസ്ഡ് എന്നാണ്. എ പേഴ്സൺ നെവർ ടു ബി ക്രിട്ടിസൈസ്ഡ്, അതായത് വിമർശനത്തിനും അതീതമായി നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ എ സേക്രഡ് കൗ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് SSC CHSL 2015 നടന്ന പരീക്ഷയിലെ ചോദ്യമാണ്. അടുത്ത ടു ഷൻ ഈവിൽ കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? ഇതായിരിക്കും ടു ഗീവ് അപ്പ് ഈവിൽ കമ്പനി എന്നാണ്. മോശപ്പെട്ട കമ്പനി ഉപേക്ഷിക്കുക എന്നാണ് ടു ഷൻ ഈവിൽ കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഹി ഹാസ് മേഡ് എ ഡോഗ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദീസ്. എന്താണ് എ ഡോഗ്സ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? എ ടോട്ടൽ മെസ്, മൊത്തത്തിലുള്ള ബഹളം. അതാണ് എ ഡോഗ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഹി ഹാസ് മേഡ് എ ഡോഗ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദീസ് അക്കൗണ്ട്സ്. ഇത് എ ടോട്ടൽ മെസ്. ഈ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? യു വിൽ ബി റിമൈൻഡഡ് ഓഫ് ദ സീമി സൈഡ് ഓഫ് ലൈഫ് ഇഫ് യു വിസിറ്റ് ദ സ്ലം ടെനമെന്റ്സ്. ഇപ്പൊ സീമി സൈഡ്, ദ സീമി സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഇഡിയം എന്താണ്? തീർച്ചയായിട്ടും ഇതൊക്കെ ഷുവറായിട്ടും PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തായിരിക്കും? ദ അൺപ്ലസന്റ് ആസ്പെക്ട്സ് എന്നാണ്. ദി അൺപ്ലസന്റ് ആസ്പെക്ട്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൺ വേർഡ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കുക, ഇതെന്ന് പറയുന്നത് SSC സബ് ഇൻസ്പെക്ടർ 2018 ചോദിച്ച പരീക്ഷയുടെ ചോദ്യമാണ്. എ ജൈജാന്റിക് സ്റ്റാച്യു, വളരെ ഭീമാകാരമായ സ്റ്റാച്യുവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത് വിളിക്കാം കൊളോസസ് എന്ന് വിളിക്കാം. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ കോളം നമുക്കറിയാം. ഈ സിറ്റഡൽ കാസിൽ എന്ന് വെച്ചാൽ എന്തർത്ഥം? കോട്ട എന്നർത്ഥം. വലിയ കോട്ടകളെ നമ്മൾ സിറ്റഡൽ കാസിൽ എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത് നോക്കുക. എ യങ് ചൈൽഡ് ജസ്റ്റ് ബിഗിനിങ് ടു വാക്ക്. നടക്കാൻ തുടങ്ങുന്ന പരുവത്തിലുള്ള കുട്ടിയെ നമുക്ക് എന്ത് വിളിക്കും? ടോഡ്ലർ എന്ന് പറയാൻ പറ്റുമോ? കബ് എന്ന് പറയാൻ പറ്റുമോ? ജോയ് എന്ന് പറയാൻ പറ്റുമോ? കിഡ് എന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും? ടോഡലർ ആണ് കറക്റ്റ് ആൻസർ. ടോഡ്ലർ. ഈ കബ് നമുക്കറിയാം എന്താണ്? ഈ പറയുന്ന ക്യാറ്റ് അല്ലെങ്കിൽ അതേ വർഗത്തിൽപ്പെട്ട ജീവികളുടെ കുഞ്ഞിനെ നമ്മൾ കബ് എന്ന് പറയുന്നത്. കിഡ് നമുക്കറിയാം കുഞ്ഞ്. ജോയ് എന്ന് പറയുമ്പോൾ എന്തുവാ? ദ യങ് കങ്കാരു. അതായത് കങ്കാരുവിന്റെ ചെറുത്, അതാണ് ജോയ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫോർമലായിട്ട് നമുക്ക് കിഡ് എന്നോ ബേബി എന്നൊക്കെ പറയാം. ഇവിടെ ചോദ്യം, നടക്കാൻ തുടങ്ങുന്ന ആ പരുവമായിട്ടുള്ള കുട്ടിയെ നമുക്ക് എന്ത് വിളിക്കാം? ടോഡ്ലർ എന്ന് വിളിക്കാം. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ SSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് 41/23 ഇതെന്ന് പറഞ്ഞാൽ 2023 നടന്ന ഒരു പരീക്ഷയാണ്. നോക്കുക. ഹൂസ് റെഡ് കാർ ഈസ് ഡാഷ് ഓവർ ദെയർ. ഇവിടെ എന്തായിരിക്കും വരിക? ദിസ് ആയിരിക്കുമോ, ദെൻ ആയിരിക്കുമോ, ദാറ്റ് ആയിരിക്കുമോ, ദോസ് ആയിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റെഡ് കാർ എന്നാ പറഞ്ഞു. ഒരു കാറിനെ കുറിച്ചാണ് പറയുന്നത്.
ഒരു കാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിംഗുലർ ഫോം മതി. ആ സിംഗുലർ ഫോമായിട്ട് വന്നിരിക്കുന്ന ഏതാ? ദിസും ദാറ്റുമാണ്. ദെൻ സമയത്തെ സൂചിപ്പിക്കുന്നു. ദോസ് പ്ലൂറലാണ്, അപ്പം അതും വേണ്ട. ദിസ് ആണോ ദാറ്റ് ആണോ, അതെന്തിനെ ആശ്രയിച്ചിരിക്കും? എവിടെ കാണുന്ന കാറാ? അവിടെ. അവിടെ എന്ന് പറയുമ്പോൾ കാറിനെ അങ്ങോട്ട് ചൂണ്ടി കാണിച്ചാൽ പറയും. അപ്പം ആ കാർ എന്നേ നമ്മൾ പറയത്തു. ആ കാർ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത്? ദാറ്റ് വേണം. ദാറ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ പണിഷ്മെന്റ് ഫോർ എ ഡാഷ് ക്രൈം ഈസ് യൂഷ്വലി ഹാർഷർ ദാൻ ആൻ അൺപ്ലാൻഡ് ക്രൈം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ക്രൈം, അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി ചെയ്തു പോകുന്ന ക്രൈമിനേക്കാളും അടുത്തതായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുൻകൂട്ടി ചിന്തിച്ചത്, പ്രീ പ്ലാൻഡ് എന്നൊരു അർത്ഥമാണ് വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? പ്രെഡിക്റ്റബിൾ ആണോ? അല്ല, അത് പ്രവചനീയമാണെന്നർത്ഥമല്ല. അപ്പൊ ഇവിടെ വേണ്ട എന്തായിരിക്കണം? പ്രീ മെഡിറ്റേറ്റീവ് എന്നാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ പ്രസംപ്റ്റസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓവർ കോൺഫിഡന്റ് എന്നാണ് പ്രസംപ്റ്റംസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. പ്രിലിമിനറി നമുക്കറിയാലോ, പ്രാഥമികമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ പ്രീ മെഡിറ്റേറ്റീവ് എന്ന്. അടുത്ത് നോക്കുക, ദ പ്രൊഫസർ അലോങ് വിത്ത് സ്റ്റുഡൻസ് ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. ഇവിടെ എന്തായിരിക്കും? ഇവിടെ കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ആറുണ്ട്, ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഈസ് ഉണ്ട്. ഇതെന്തായിരിക്കും വരിക? ഇപ്പൊ കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മിക്കപ്പോഴും സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ നൗൺ ആയിട്ടായിരിക്കും നിൽക്കുക. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതെന്താണ്? ഒരു ഫ്രേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഫ്രേസ് രൂപത്തിൽ ഒരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ അവിടെ പ്രിപ്പോസിഷൻ ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ എലോങ് വിത്ത് എന്നുണ്ട്. അങ്ങനെ പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് വന്നിരിക്കുന്നത് എന്ത്? അതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ദ പ്രൊഫസർ ആണ് നമ്മൾ എടുക്കേണ്ടത്. ദ പ്രൊഫസർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ളതേ വരാവൂ. അപ്പൊ അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏത് നോക്കുമ്പോൾ ഹാസും ഉണ്ട്, ഈസും ഉണ്ട്. നമുക്ക് ആറും ഹാവും പ്ലൂറൽ ആയിട്ട് നമുക്ക് തന്നെ വെട്ടിക്കളയാം. ഈ ഹാസ് ആണോ ഈസ് ആണോ, അതെന്തിനെ ആശ്രയിച്ചാ? നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന വെർബ് ഫോമിനെ ആശ്രയിച്ച്. ഇവിടുത്തെ വെർബ് ഫോം അറ്റൻഡിങ് എന്നാണ്, ING ഫോം. ING ഫോമിന്റെ കൂടെ ഒരിക്കലും നമ്മൾ എന്ത് എഴുതത്തില്ല? ഹാസ് എഴുതത്തില്ല. ഹാസ് ഹാവിന് ശേഷം, അല്ലെങ്കിൽ ഹാസ് ഹാവ് ഹാഡിന് ശേഷം V3 ഫോം ആണ് വരേണ്ടത്. എന്നാൽ ഈസ് ആം ആർ വാസ് വെയറിന് ശേഷം നമുക്ക് ING ഫോം. ഇവിടെ ING ഫോം വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് എഴുതാവും? എഴുതാവും. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ആണ്. അടുത്ത ചോദ്യം, നോ വൺ ക്യാൻ ലീവ് വിത്തൗട്ട് ഹോപ്പ്. ചേഞ്ച് ദിസ് അസർട്ടീവ് സെന്റൻസ് ഇൻ ടു ആൻ ഇൻട്രോഗേറ്റീവ് ഫോം. അപ്പൊ ഇതിനെ നമുക്ക് എന്താക്കണം? ഒരു ഇൻട്രോഗേറ്റീവ് ഫോമിലേക്ക് മാറ്റണം. നമുക്ക് അസർട്ടീവ് ആണ് തന്നിരിക്കുന്നത്, അപ്പൊ അതിനെ ഇൻട്രോഗേറ്റീവിലേക്ക് മാറ്റണം. എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ആ ഇൻട്രോഗേറ്റീവിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സഹായക്രിയ ആദ്യം കൊണ്ടുവരണം. ഇവിടെ സഹായക്രിയ ഏതാ? ക്യാൻ ആണ്. അപ്പൊ ഇങ്ങനെ ക്യാൻ ആദ്യം കൊണ്ടുവരണം. അപ്പൊ ക്യാനിൽ തുടങ്ങണം. അങ്ങനെ ക്യാനിൽ തുടങ്ങിയിരിക്കുന്ന ഏതാ? നോക്കുമ്പോഴാണ് ഇവിടെ ഉണ്ട് ക്യാൻ. ബാക്കിയെല്ലാം ക്യാനിലല്ല തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന് തുടക്കത്തിൽ നമുക്ക് കളയാം. ഈ ക്യാൻ ഇതൊരു ചോദ്യത്തിന് ഉള്ള ഉത്തരമാണിത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണിത്. അപ്പൊ അങ്ങനെ സമയത്ത് നോ വൺ ഉള്ളത് മാറി എന്താവണം? എനിവൺ എന്നാവണം. ആൻസറിൽ നോ വൺ ആണെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് എനിവൺ എന്ന് ആകണം. ബാക്കിയെല്ലാം സെയിം ആണ്. ക്യാൻ എനിവൺ ലീവ് വിത്തൗട്ട് ഹോപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കും ഇടണം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കനോട്ട് യൂസ് ദ സഫിക്സ് വാട്ട്. സഫിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അല്ലെങ്കിൽ സഫിക്സ് പ്രിഫിക്സ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് വാക്കുകളുടെ കൂട്ടമാണ്. പക്ഷെ അതിനെന്താ? അതിന് സ്വന്തമായിട്ടൊരു അർത്ഥം കാണത്തില്ല. അത് വേറെ ഏതെങ്കിലും വാക്കിനോട് ചേരുമ്പോഴായിരിക്കും അതിന് അർത്ഥം ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ വാക്കിന്റെ തൊട്ടു മുമ്പിൽ ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു വാക്കിന്റെ തൊട്ടു മുമ്പിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. സഫിക്സ് എന്ന് പറയുമ്പോൾ വാക്കുകൾക്ക് ശേഷം. ഇവിടെ വാർഡ് എന്ന് പറയുന്ന വാക്ക് സഫിക്സ് ആയിട്ട് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഈ പറയുന്ന വാക്കുകൾക്ക് ശേഷം ഉപയോഗിക്കണം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോം വേർഡ് എന്ന് പറയും, ഡൗൺ വേർഡ് എന്ന് പറയും, ബാക്ക് വേർഡ് എന്ന് പറയും. എന്നാൽ നമ്മൾ മെമ്പർ വാർഡ് എന്ന് പറയത്തില്ല. വാർഡ് മെമ്പർ എന്ന് പറയും. പ്രിഫിക്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, എന്നാൽ സഫിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൺ ഹു ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഗുഡ്നസ് ആൻഡ് സിൻസിയറിറ്റി ഈസ്. അതായത് മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ള നന്മകളിലോ അവന്റെ ആത്മാർത്ഥതയിലോ ലിറ്റിൽ ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഒരു വിശ്വാസം ഇല്ലാത്തവനെ നമുക്ക് എന്ത് വിളിക്കും?
നമുക്ക് എന്ത് വിളിക്കാം? എ സിനിക്. ഇതാണ് കറക്റ്റ് ആൻസർ. എ സ്റ്റോയിക്. സ്റ്റോയിക്കിന്റെ അർത്ഥം എന്താണ്? കഷ്ടപ്പാടലും കഷ്ടതയിലും അത് സഹിച്ചുകൊണ്ട് ഒരു കംപ്ലൈന്റും ഒരു പരാതിയും പറയാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളെ നമ്മൾ സ്റ്റോയിക് എന്ന് പറയും. ഈഗോയിസ്റ്റ് നമുക്കറിയാലോ, ഈഗോ ഉള്ള ആൾക്കാർ. ഫാറ്റാലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാം വിധിക്കനുസരിച്ചാണ് നടക്കുന്നത്, എല്ലാ കാര്യവും നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളെ നമ്മൾ ഫാറ്റാലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കാം എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ടു റിമെയിൻ ന്യൂട്രൽ എന്നാണ്. ടു റിമെയിൻ. ഇനി അടുത്തത്, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്? മീന ആസ്ക്ഡ് മീ. ഇത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കുമ്പോൾ മീന ആസ്ക്ഡ് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്താണ്? ഒരു ചോദ്യവാക്യത്തെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യവാക്യമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആസ്ക്ഡ് എന്ന് എഴുതിയത്. ഈ ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിന്റെ ടെൻസ് ഫോമിനെ നമ്മൾ മാറ്റണം. ഇവിടുത്തെ ടെൻസ് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ആർ ഇൻട്രസ്റ്റഡ് എന്നാണ്. ആർ ഇൻട്രസ്റ്റഡ് ആണ് ഇവിടുത്തെ ടെൻസ് ഫോം ഉള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ വെർബായിട്ട് നിൽക്കുന്നത്. ആ വെർബ് എന്ന് പറയുന്നത് ഏത് ടെൻസാ? പ്രസന്റ് ടെൻസാ. അപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആർ ഇൻട്രസ്റ്റഡ് എന്നുള്ളത് മാറി എന്താകണം? വേർ ഇൻട്രസ്റ്റഡ് എന്നോ വാസ് ഇൻട്രസ്റ്റഡ് എന്നോ ആവണം. അങ്ങനെ വേർ ഇൻട്രസ്റ്റഡ്, വാസ് ഇൻട്രസ്റ്റഡ് എന്ന് വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ വാസ് ഇൻട്രസ്റ്റഡ് ഉണ്ട്, ഇവിടെയും വാസ് ഇൻട്രസ്റ്റഡ് ഉണ്ട്. ഇവിടെ പക്ഷെ ആം ഇൻട്രസ്റ്റഡ് ആണ്, തെറ്റാണ്. അതേപോലെ ഇവിടെ ഹാഡ് ബീൻ ഇൻട്രസ്റ്റഡ് വന്നിരിക്കുന്നു, അതും തെറ്റാണ്. ഇനി നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് ബി, സി എന്ന് പറയുന്ന ഓപ്ഷൻസിലേക്കാണ്. ഇനി നമ്മൾ നോക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഈ പറയുന്ന ഇൻട്രോഗേറ്റീവ് സെൻസ് അത് ഏത് തരം ഇൻട്രോഗേറ്റീവ് സെൻസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഇൻട്രോഗേറ്റീവ് സെൻസ് രണ്ട് തരമാണ്. ഏതൊക്കെയാ? ക്വസ്റ്റ്യൻ വേർഡ് ബിഗിനിങ്ങും ഓക്സിലറി ബിഗിനിങ്. അതായത് ചോദ്യവാക്കിൽ തുടങ്ങുന്നതും സഹായക്രിയയിൽ തുടങ്ങുന്നതും. ചോദ്യവാക്കിൽ തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ് സെൻസ് ആണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ചോദ്യവാക്കാണോ ആ ചോദ്യവാക്ക് അതുപോലെ എടുത്ത് എഴുതുക. ഇവിടെ നോക്കുമ്പോൾ സഹായക്രിയയിൽ തുടങ്ങുന്നതാണ്. സഹായക്രിയയിൽ തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വെദർ അല്ലെങ്കിൽ ഇഫ് എന്ന് എഴുതണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അങ്ങനെ വെദറോ ഇഫോ ഉണ്ടോ നോക്കുക. ഈ രണ്ടെണ്ണത്തിനകത്ത് നോക്കുമ്പോൾ രണ്ടിനകത്ത് ഇഫ് ഉണ്ട്, ഇഫ് എന്ന് ഉണ്ട്. അപ്പൊ ഇതിന് രണ്ടിനെയും നമുക്ക് പരിഗണിക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ യു എന്ന് ആരോടാ ചോദിക്കുന്നത്? എന്നോടാ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ യു എന്തായി മാറണം? ഐ ആയി മാറണം. അങ്ങനെ ഇവിടെ ഐ ആയി വന്നിരിക്കുന്ന ഏതാ? ഇവിടെ മീന തന്നെ വന്നിരിക്കുന്നത്, തെറ്റാ. ഇത് ഞാൻ കളഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ ഐ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ഇതാ, ഈ ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തി. എന്താണ്? മീന ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഫിൽ ഇൻ ദ കറക്റ്റ് ടെൻസ് ഫോംസ് ഓഫ് ദ വെർബ് ഗോ. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ നമ്മൾ ഗോയുടെ ശരിയായ വെർബ് ഫോം ഉപയോഗിച്ചുകൊണ്ട് ഫിൽ ചെയ്യണം. നോക്കുക. ഡിഡ് ഹി ജസ്റ്റ് ഡാഷ് ഔട്ട്? നോ, ഹി ഡാഷ് ഔട്ട് 10 minutes ago. നമ്മൾ ഡിഡ് എന്ന് പറയുന്ന സഹായക്രിയ വന്നു. ഡിഡ് അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ വിൽ അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ ഷാൾ ഷുഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെർബിന്റെ യഥാർത്ഥ രൂപം എഴുതാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഗോ എഴുതാം. ഡിഡ് ഹി ജസ്റ്റ് ഗോ. ഈ ഗോയിൽ ആരംഭിക്കുന്ന ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കാം ബെൻഡിലാണ്, അത് തെറ്റി. ഗോണിലാണ്, അത് തെറ്റാ. ബെൻഡ്, അത് തെറ്റാ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തി. ഗോ ബെൻഡ് എന്ന്. പക്ഷെ ഇവിടെ ബെൻഡ് തന്നെ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നോക്കുമ്പോൾ ഇവിടെ ടൈം വീട് ഉണ്ട് എഗോ. എഗോ എന്ന് പറയുമ്പോൾ എന്താണ്? അത് സിമ്പിൾ പാസ്റ്റിന്റെ ടൈം വേർഡാണ്. അപ്പോൾ സോ ഗോയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഇവിടെ വരണം. അതായത് വെന്റ്. അപ്പോൾ ഗോ വെന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐ വിൽ ഹാവ് ടു ഡാഷ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. ഇതെന്ന് പറയുന്ന ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഇതിന്റെ എല്ലാത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കണം. പുട്ടിൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പുട്ടിൻ ഉൾപ്പെടുത്തുക എന്നർത്ഥമല്ല. പുട്ടിൻ ഉൾപ്പെടുത്തുക, ചിലവാക്കുക എന്നൊക്കെയാണ് പുട്ടിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പുട്ടോൺ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വിയർ, ധരിക്കുക എന്നാണ് പുട്ടോൺ. പുട്ടപ്പ് വിത്ത് സഹിക്കുക, ക്ഷമിക്കുക. മേക്കപ്പ് എന്താ? ഫാബ്രിക്കേറ്റ് എന്ന കെട്ടിച്ചമയ്ക്കുക എന്നാണ് മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ വിൽ ഹാവ് ടു എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. കൃത്യസമയത്ത് എനിക്ക് ഈ വർക്ക് ചെയ്തു തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ എഫേർട്ട്, വളരെയധികം എഫേർട്ട് ഞാൻ ഇതിനകത്ത് ചെലവാക്കണം അല്ലെങ്കിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വരുമ്പോൾ ഇവിടെ പുട്ടിനാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കിയത്. നമ്മൾ SCRT നമ്മൾ ഈ പറയുന്ന
വേർഡ് വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ നോക്കി. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് PSC ചോദിക്കാറുണ്ട് ഇപ്പം സിനോണിംസിന്റെ ഭാഗത്ത്. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കിയത് SSC സിലബസിലെ SSC പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. പിന്നെ നമ്മൾ നോക്കിയത് ലാസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഇനി തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഈ സീരീസിലെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് LDCക്ക് മാത്രമല്ല, ബാക്കി വരുന്ന എല്ലാ പരീക്ഷകളിലും UP ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഈ ക്ലാസ് എല്ലാ പരീക്ഷകൾക്കും പ്രയോജനം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.